നമസ്കാരം. അന്തിച്ചർച്ച വിശകലനം ചെയ്യുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ അന്തിച്ചർച്ചയുടെ വിശകലനത്തിനടിയിൽ വന്ന ചില കമന്റുകൾ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതായത് എന്തുകൊണ്ട് ഈ വീഡിയോയിൽ അന്തിച്ചർച്ചകളുടെ പല വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് പ്രേക്ഷകർ ചോദിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല. അതായത് നമ്മൾ നേരത്തെയൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ചാനലുകൾ അവരുടെ വ്യാജ പ്രചരണങ്ങൾ, അവരുടെ പൊള്ളത്തരങ്ങൾ, അവരുടെ ഇടതുപക്ഷ വിരുദ്ധതയൊക്കെയാണല്ലോ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് കോപ്പിറൈറ്റ് തന്നു, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു. അങ്ങനെ ചില വീഡിയോകൾ തന്നെ ഡിലീറ്റ് ആയി പോകുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ ചാനലിനെ അത് വളരെ ദോഷമായിട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്ന് പ്രേക്ഷകരോട് പറയുകയാണ്. ആ കുറവ് നിങ്ങൾ എന്തായാലും ഉൾക്കൊള്ളുമെന്നും അത് പൊറുക്കുമെന്നും ആ കുറവുകളൊക്കെ തന്നെ നിങ്ങൾ സ്വീകരിച്ച് ഈ പരിപാടി ഏറ്റെടുക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇന്നലെ 5 ചാനലുകളിൽ നടന്ന അന്തിച്ചർച്ചയാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതായത് മനോരമ, ഒപ്പം 24 ചാനൽ, റിപ്പോർട്ടർ ചാനൽ, മീഡിയ 1 ചാനൽ, ഏഷ്യാനെറ്റ് ചാനൽ, ഈ 4 ചാനലിൽ നടന്ന അന്തിച്ചർച്ചയിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റിൽ ഷാനിയുടെ വിഷയം പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടുകയാണോ, കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ആരാണ്, ആഭ്യന്തര വകുപ്പിന് മറുപടിയില്ലേ എന്നുള്ളതായിരുന്നു. 24 ചാനലിലെ അന്തിച്ചർച്ച രമയ്ക്ക് മുഖം കൊടുക്കുന്നില്ലേ എന്നുള്ളതായിരുന്നു. അതായത് ന്യൂസ് ഈവനിങ്ങിൽ വേണു ഈ ഒരു വിഷയം അവർ എടുത്തിരുന്നു. പിന്നീട് അതുപോലെ തന്നെ എൻകൗണ്ടർ പ്രൈം ടൈമിലും ഗോപി വേട്ടക്കാർക്കൊപ്പമോ സർക്കാർ എന്ന് ഇതേ വിഷയം എടുത്ത് വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരേ വിഷയത്തിൽ 2 ചർച്ച നടത്തിയത് 24 ആണ്. മീഡിയ 1-ൽ അജിംസിന്റെ സ്പെഷ്യൽ എഡിഷനിൽ രമയ്ക്ക് മറുപടിയില്ലേ എന്നതായിരുന്നു വിഷയം. അങ്ങനെ ഈ 3 ചാനലുകളാണ് ഒരേ വിഷയം കൈകാര്യം ചെയ്തത്. അതിനെക്കുറിച്ച് ആദ്യം നമുക്കൊന്ന് പറയാം. ഇങ്ങനെ ഒരു വിഷയം എടുക്കാൻ ഇടയായ സാഹചര്യം, അതായത് കഴിഞ്ഞ ദിവസം KK രമ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. അതായത് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ് എന്നാണ് രമ പറഞ്ഞത്. ഈ വിഷയത്തിൽ മന്ത്രി വീണ ജോർജ് വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് KK രമയ്ക്ക് കൊടുത്തത്. KK രമ തൃപ്തയുമാണ്. എന്നിട്ടും മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു. 2 കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പി രാജീവും MP രാജേഷും ഒക്കെ പലപ്പോഴും മറുപടി പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് മന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതുപോലെ മറുപടി പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? പഴയ സഹപ്രവർത്തകയായിരുന്നു. ആ സഹപ്രവർത്തക ഇപ്പോൾ ഗംഭീരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജനകീയായിട്ടുള്ള മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് എന്നതിലുള്ള ആ ഒരു അസൂയയാണോ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് അന്തിച്ചർച്ച നടത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മന്ത്രി വീണ ജോർജ് എണ്ണി തന്നെ രമയുടെ ഈ ചോദ്യങ്ങൾക്ക്, രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് ഉത്തരം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. ഇതുവരെ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, കുസാറ്റിലെ വിഷയമാണെങ്കിലും കാലടിയിലെ വിഷയമാണെങ്കിലും ഒക്കെ അങ്ങനെ എണ്ണി ഓരോ വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് ആ വിഷയങ്ങളിലൊക്കെ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് മറുപടി കൊടുത്തത്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും CPM-ന്റെ വനിതാ നേതാക്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ വീണ ജോർജ് പറയുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം വീണ ജോർജ് ഈ പോലീസ് സംവിധാനത്തിന്റെ സ്ത്രീകൾക്ക് വേണ്ടി, ശിശുക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ കവചങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ വ്യക്തമായി തന്നെ സംസാരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്തൊക്കെ പ്രതിപക്ഷം അസഹിഷ്ണുത പൂണ്ട് ഒച്ചപ്പാടെടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് പോകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത്. ചിലതൊക്കെ ഈ ചർച്ചയിൽ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ തലക്കെട്ടിലൊക്കെ ഒരു തെറ്റിദ്ധാരണ പടർത്തി ജനങ്ങളെ ഇടതുപക്ഷത്തിന് എതിരാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന തലക്കെട്ടുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് രമയ്ക്ക് മുഖം കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? രമയുള്ളപ്പോഴൊന്നും മുഖ്യമന്ത്രി സഭയിൽ വരാറില്ലേ? നമുക്കറിയാം TP കേസുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതികളെ ഇപ്പൊ വിട്ടയക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷവും മാധ്യമവും ഒറ്റക്കെട്ടായി ഇറങ്ങിയപ്പോൾ ആ വ്യാജ വാർത്ത പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകണമെന്ന് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അന്ന് സ്പീക്കർ അത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് അത് നിഷേധിച്ചത്? വേറൊന്നും കൊണ്ടല്ല, അതൊരു വ്യാജ വാർത്തയാണ്. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സർക്കാർ ഇറങ്ങിത്തിരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. എന്താണ് സത്യത്തിൽ ആ സംഭവത്തിൽ നടന്നത്? അതായത് TP കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെയൊക്കെ വിട്ടയക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ, അതല്ലെങ്കിൽ ഒരു പോലീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ വിട്ടയക്കാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഹൈക്കോടതിയുടെ പോലും ഒരു ഉത്തരവുണ്ടല്ലോ. അതായത് 20 വർഷത്തിനിടയിൽ 20 വർഷം കഴിയാതെ ഈ പ്രതികളെ
പ്രതികൾക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും സർക്കാർ അതിനെ മറികടന്നുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമോ? പ്രതികൾക്കൊപ്പമല്ല, ഇരകൾക്കൊപ്പമാണ് ഈ സർക്കാർ. അപ്പോൾ അന്ന് ഇതിന് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചത് രമയ്ക്ക് മുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ സഭയിൽ ഇല്ലാതിരുന്നതും രമയെ പേടിച്ചാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്ത് വലിയ പച്ചക്കള്ളവും കോമഡിയുമാണ് ഇവർ അടിച്ചുവിടുന്നത്. ഏത് വിഷയത്തിനും ഉത്തരം പറയാൻ ഒരു മടിയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് നന്നായി അറിയാം. ഇത്തരം വ്യാജ വാർത്തകളൊക്കെ പടച്ചുവിടുമ്പോൾ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള, മാധ്യമങ്ങളെ മുഖം നോക്കാതെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കും അറിയാം. എന്നിട്ടും രമയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് രമയുടെ പേരും പറഞ്ഞ് പുതിയൊരു കടന്നാക്രമണം നടത്തുന്നത് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കി. ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയാണ്, ധാർഷ്ട്യക്കാരനാണ്, കണ്ടില്ലേ മഹാരാജാവിനെ പോലെയാണ്, ദാസൻ എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്, രമയോട് പോലും മറുപടി പറയുന്നില്ല എന്നൊക്കെ സാധാരണക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ സർക്കാർ വനിതകൾക്ക് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കുന്നത്? 14 ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷനുകൾ കൊണ്ടുവന്നത് ഈ സർക്കാരല്ലേ? മാത്രമല്ല പിങ്ക് പോലീസ്, നിഴൽ, അപരാജിത, അതുപോലെ തന്നെ വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീച്ച് തുടങ്ങി എത്ര പദ്ധതികൾ. പിങ്ക് പോലീസിൽ തന്നെ പിങ്ക് കൺട്രോൾ റൂം, അതുപോലെ തന്നെ പിങ്ക് ജനമൈത്രി, അങ്ങനെ പോകുന്നു. ഇതൊന്നും പ്രതിപക്ഷവും മാധ്യമങ്ങളും കാണുന്നില്ല. നമുക്കറിയാമല്ലോ, ഗാർഹിക പീഡന വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ ആക്ടിൽ അമെൻമെന്റ് വരുത്തിക്കൊണ്ട്, അതായത് സ്ത്രീധന നിരോധന ഓഫീസർമാരെ 14 ജില്ലകളിൽ നിയമിച്ചത് ഈ സർക്കാരല്ലേ? 56 പോക്സോ കോടതികളാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വന്നത്. അത് കുട്ടികളോടുള്ള കരുതലിന്റെ ഭാഗമല്ലേ? അപ്പോൾ സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ നല്ല കരുതൽ കാണിക്കുന്ന ഒരു സർക്കാർ ആയിരുന്നിട്ട് കൂടി ഇങ്ങനെ തലക്കെട്ടുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, വാസ്തവം മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധാരണ വളർത്തുന്ന രീതിയിൽ അന്തിച്ചർച്ച നടത്തുകയാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ. 8 വർഷത്തിനിടെ ഒരു വർഗീയ കലാപമെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ക്രമസമാധാന പാലനം ഏറ്റവും മികച്ചത് കേരളത്തിലാണ്. അത് ഞാൻ പറയുന്നതല്ല, കണക്കുകൾ തെളിയിക്കുന്നതാണ്. ക്രൈം റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കി, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ദ്രുതഗതിയിലാണ് പോലീസ് നടപടി സ്വീകരിക്കുന്നത്. കേരള പോലീസ് എന്ന് പറയുന്ന സേന എത്രയധികം മികച്ചതാണെന്ന് കാണിച്ചു തന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരുന്നല്ലോ. മാന്നാർ കേസുമായി ബന്ധപ്പെട്ട് എത്ര നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലല്ലേ സേന പ്രവർത്തിച്ചത്? പ്രതികളെ പിടികൂടിയത്, തെളിവുകൾ കണ്ടെത്തിയത്, അതൊക്കെ നമ്മൾ തിരസ്കരിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയുമോ? മാത്രവുമല്ലല്ലോ, ഇനി ഇവർ പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്നാണല്ലോ. സത്യത്തിൽ ഇത് പറയാൻ കോൺഗ്രസിന് എന്താണ് അർഹതയുള്ളത്? ഇനി ഈ ചർച്ചയിൽ മനഃപൂർവ്വം മാധ്യമങ്ങൾ പറയാതെ പോയ ചില കാര്യങ്ങൾ കൂടി പറയാം. യൂത്ത് കോൺഗ്രസിന്റെ കരുതലും സ്ത്രീകളോടുള്ള ഒരു സമീപനവുമൊക്കെ എത്രത്തോളമാണെന്ന് ഞാൻ തന്നെ വരച്ച് കാണിക്കാം. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് KK ശൈലജ ടീച്ചറിനെ പറ്റി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: തുണിക്കഷ്ണം ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ തരുന്നവർക്ക് സമ്മാനമെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സയൻസ് ടീച്ചറിനെ പറ്റി ആദ്യം തുണി ടീച്ചറായിട്ട് ചിത്രീകരിച്ചു. അങ്ങനെയാണല്ലോ ഇവർ ചിത്രീകരിച്ചുകൊണ്ട് കിടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയാണ്, ഒരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്ന കാഴ്ച. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം ശശികല ടീച്ചറോടാണ് ഉപമിച്ചത് KK ശൈലജ ടീച്ചറിനെ. കോവിഡ് പ്രതിസന്ധിയിലും ഈ നാടിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച, നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന, നമ്മളൊക്കെ ഒരു ടീച്ചർ അമ്മയായി കാണുന്ന ശൈലജ ടീച്ചർക്കെതിരെ ടീച്ചറെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിയ ആ കരുതലൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം. തീർന്നില്ല. വിഷ്ണു എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൃഷിഭവനിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഈ വിഷ്ണുവിന്റെ വീടിന്റെ ആ ഒരു സമീപത്ത് കുഴിച്ചിട്ടിട്ട് കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളും ആരും മറന്നിട്ടില്ല. അവസാനം ആ കേസിൽ പിടികൂടിയപ്പോൾ പുറത്തു വന്ന തെളിവുകൾ യൂത്ത് കോൺഗ്രസിനെ നാണം കെടുത്തുന്നതാണ്. പിന്നെയും സംഭവിച്ചില്ലേ ഒരുപാട് കാര്യങ്ങൾ. 2023 പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ഒരു കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അവതാരം ഇറങ്ങി. എന്താണ് കാണിച്ചു കൂട്ടിയത്? CPM-ന്റെ വനിതാ നേതാക്കളെയൊക്കെ തിരഞ്ഞുപിടിച്ച്, അവരുടെ വീട്ടിലുള്ളവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തി, അശ്ലീല പോസ്റ്റുകളിട്ട് ഒരു ഞരമ്പൻ ത്രിതംഗപുളകിതനായതും അവസാനം പോലീസ് ഒക്കിയതും ആരും മറന്നു കാണില്ല. എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത്? അന്തരിച്ച ബിജുവിന്റെ പ്രിയ പത്നിയെ പോലും അതിനുവേണ്ടി ഉപയോഗിച്ചില്ലേ? ആ സഖാവിന്റെ ഭാര്യയെ പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്, അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കൊണ്ട്, അശ്ലീല പോസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ കടന്നാക്രമണം നടത്തിയില്ലേ? എന്നിട്ട്
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണെന്ന്. അത് കുറയ്ക്കാൻ നിങ്ങളുടെ പാർട്ടിയോട് തന്നെ പറയണം. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരോടും കുട്ടി ഈ നേതാക്കന്മാരോട് നിങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കണം. ഓർക്കുന്നില്ലേ, നിങ്ങളുടെ ഹരിഹരൻ ഇപ്പൊ കെ രമയാണല്ലോ നോട്ടീസ് അവതരിപ്പിച്ചത്. കെ രമയുടെ തന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഹരിഹരൻ മൈക്കിന് മുമ്പിൽ നിന്ന് മഞ്ജു വാര്യർക്കെതിരെയും കെ ശൈലജ ടീച്ചർക്കെതിരെയും വളരെ മോശമായ ലൈംഗിക അധിക്ഷേപം നടത്തിയതും ആരും മറന്നിട്ടൊന്നുമില്ല. അതിപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് തെരഞ്ഞാൽ കിട്ടും. ഇതൊക്കെ പറയും മുമ്പ് സ്വന്തം പാർട്ടിയുടെ കണ്ണിലെ കോലെടുത്ത് മാറ്റാൻ ശ്രമം നടത്തണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ നിരന്തരം കടന്നാക്രമണം നടത്തിയിട്ടുള്ള, നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള, അതിന്റെ പേരിൽ അറസ്റ്റ് വരെ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഈ പാർട്ടിയിലുണ്ട്, ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നേ. ആ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം കുഞ്ഞിനെ ഇറക്കാൻ വേണ്ടി ആരാണ് പോയത്? അതായത് കോൺഗ്രസിൽ തന്നെയുള്ള, കോൺഗ്രസ് നേരിട്ട് നിയമിച്ച ഈ വക്കീലന്മാരാണ് അവിടെ ഹാജരായത്. അങ്ങനെ എത്ര സംഭവങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നോട്ടീസ് അവതരിപ്പിക്കുമ്പോൾ വ്യക്തമായ മറുപടി വീണ ജോർജ് കൊടുക്കുമ്പോൾ കിടന്ന് പൊള്ളിയിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തെ വിളിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ വാസ്തവം മറച്ചു വെച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് തീർത്തും പരാജയമാണ് എന്ന് കാണിക്കാൻ വേണ്ടി, എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി നടത്തുന്ന വെറും തട്ടിപ്പ് അന്തിച്ചർച്ചയായിട്ടാണ് ഇന്നലെ തോന്നിയത്. അതേസമയം ഇന്നലെ വീണ ജോർജ് പറഞ്ഞ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊരു പോലീസുണ്ട്, നമുക്കൊരു ആഭ്യന്തര വകുപ്പുണ്ട്, സുരക്ഷയൊരുക്കുന്ന, നമുക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ നമുക്കുണ്ട് എന്ന രീതിയിലായിരുന്നു ആ ചർച്ചയെങ്കിൽ എത്ര ഭംഗിയായിരുന്നേനെ. സത്യത്തിൽ അതല്ലേ നടത്തേണ്ടിയിരുന്നത്? ഇത്തരത്തിലുള്ള ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ കരുത്ത് നൽകുന്ന, അവർക്കൊക്കെ ഊർജ്ജം നൽകുന്ന ആ സത്യസന്ധമായ വിവരങ്ങളല്ലേ മാധ്യമങ്ങൾ ജനങ്ങൾ മുമ്പിലേക്ക് ഇറക്കിവിടേണ്ടത്. എന്നാൽ അവരെ മുഴുവൻ ഭയപ്പെടുത്തുന്ന, ഇവിടെ ഒരു സർക്കാർ ഇല്ലാട്ടോ, ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പില്ല കേട്ടോ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ഈ മാധ്യമധർമ്മം തീർത്തും അപലപനീയമാണ്. അതുകൊണ്ട് ഈ 3 ചർച്ചകളും 24 ഒക്കെ ഈ വിഷയം 2 തവണയാണ് എടുത്ത് ചർച്ച ചെയ്തത്. ഈ 3 ചാനലുകളും നടത്തിയ അന്തിച്ചർച്ചകൾ ഇന്നലെ അനാവശ്യമായി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി നടത്തിയ ചർച്ചയായിരുന്നു. ഇനി എടുത്തു പറയേണ്ടത് റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയാണ്. റിപ്പോർട്ടർ ചാനലിലെ ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ എന്ന ചർച്ചയിൽ കോഴയിൽ കൈ കഴുകിയോ എന്നതായിരുന്നു വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മിസ്റ്റർ അരുൺ കുമാറിന്റെ ചാനലിലെ സുജയ പാർവതി ഒരു അന്തിച്ചർച്ച നടത്തിയിരുന്നു. ആ അന്തിച്ചർച്ചയിൽ പങ്കെടുത്തത് ആരാണ്? കോഴിക്കോടെ അവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി വൈശാൽ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വൈശാലിന്റെ അടുത്ത് സുജയ മറച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചു, തെളിവുണ്ടോ ഈ വിഷയത്തിൽ, എന്തടിസ്ഥാനത്തിലാണ് കേസ് കൊടുത്തത്, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ചില രേഖകൾ കിട്ടിയിട്ടുണ്ട്, അത് സത്യസന്ധമാണോ എന്ന് അറിയില്ല, പരിശോധിച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. അതായത് കിട്ടിയിരിക്കുന്ന രേഖകൾ, അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രേഖകൾ വ്യാജമാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുകയാണ്. പിന്നെ എന്നാൽ തെളിവ് പുറത്തു വിടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിടില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ തെളിവ് ഇല്ല എന്നുള്ള കാര്യവും പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാര് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് ഇവർ പറയുന്ന ആളുകൾ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. ഒരു പരാതിയുടെ കോപ്പി പുറത്തു വന്നിട്ടില്ല. CPM-ൽ പരാതി കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു കോപ്പി പുറത്തു വന്നിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി മോഹനൻ പലവട്ടം ആവർത്തിക്കുന്നു. അപ്പോഴും എപ്പോഴോ പൊളിഞ്ഞുപോയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ തന്നെ ഈ കോഴ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പൊളിക്കുന്ന കാഴ്ച ഉണ്ടായതാണ്. എന്നിട്ടും ആ വിഷയം വീണ്ടും എടുത്ത് അന്തിച്ചർച്ച നടത്തിയ മിസ്റ്റർ അരുൺകുമാർ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതായത് ഈ വിഷയം അങ്ങനെ പെട്ടെന്നൊന്നും കെട്ടടങ്ങരുത് എന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം. മാത്രവുമല്ല, നമുക്കറിയാമല്ലോ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആരോപണം ഇവർ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും വസ്തുത വേണ്ട, മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പുറത്തുവിടാൻ വേണ്ട. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, പ്രതിപക്ഷം പറയുന്ന എന്ത് പച്ചക്കള്ളവും അതേപടി കൊടുക്കുകയല്ലല്ലോ മാധ്യമധർമ്മം എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും വസ്തുതയുടെ എന്തെങ്കിലും ഒരു കണികയുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടേ. ഇതൊന്നും പരിശോധിക്കാതെ പ്രതിപക്ഷം പറഞ്ഞു, അതുകൊണ്ട് അന്തിച്ചർച്ച നടത്തുന്നു എന്ന മട്ടിലുള്ള അന്തിച്ചർച്ച കഴിഞ്ഞ് കുറച്ച് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ചത്ത കുട്ടിയുടെ ജാതകം വായിക്കുന്നത് പോലെ ആയിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും PSC കോഴ വിവാദവും ബാർക്കോഴ പോലെ ജനിക്കും മുമ്പ് തന്നെ മരിച്ച ഒരു വ്യാജ വാർത്തയാണ് എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. പ്രതിപക്ഷം പോലും ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നില്ല. പ്രതിസന്ധിയിലായിരിക്കുന്നത് മാധ്യമങ്ങളാണ്. ഈ സ്മൃതി പരുത്തിക്കാടൊക്കെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് കഴിഞ്ഞ തവണത്തെ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് ഇതൊക്കെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന രീതിയിലൊക്കെയാണ് വ്യാജ വാർത്ത പടച്ചുവിട്ടത്. എന്നാൽ ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ അടുത്ത് അന്വേഷിച്ച് റിപ്പോർട്ട്
നൽകാനും പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം എന്നിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത, ഇത്തരത്തിലൊരു അന്തിച്ചർച്ചയൊക്കെ ഇവർ നടത്തുന്നത്. ഇനി ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വന്നാൽ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിലെ സുരേഷ് നടത്തിയ അന്തിച്ചർച്ചയുടെ വിഷയം ധൂർത്ത് നിയന്ത്രിക്കുമോ, കുടിശ്ശിക തീർക്കാൻ കാശുണ്ടോ എന്നതായിരുന്നു അവരുടെ വിഷയം. മറിയക്കുട്ടിയുടെ ഒരു ഫോട്ടോയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അന്തിച്ചർച്ച ഏഷ്യാനെറ്റ് നടത്താനുള്ള കാരണം വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം സഭയിൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് കുടിശ്ശിക, ഈ പെൻഷൻ കുടിശ്ശികയൊക്കെ തീർക്കും, അതുപോലെ തന്നെ പെൻഷൻ തുക ഇനിയും 1600 രൂപയിൽ നിന്ന് ഇനിയും ഉയർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏഷ്യാനെറ്റിനെ പോലുള്ള ഈ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കലക്കവെള്ളത്തിൽ ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിന് പിടിക്കൂ? അപ്പോൾ ഒരു അന്തിച്ചർച്ചയൊക്കെ നടത്തി ഇതൊന്ന് വഷളാക്കണ്ടേ? കാശൊന്നുമില്ല, അതൊക്കെ പറ്റിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കണ്ടേ? അതുകൊണ്ട് ഇന്നലെ സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെ ഒരു അന്തിച്ചർച്ച നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സർക്കാർ പെൻഷൻ നിലവിൽ കുടിശ്ശികയുള്ള പെൻഷൻ തുകയൊക്കെ കൊടുത്തു തീർക്കും എന്ന് പറയുന്നു. ഇനിയും 1600 രൂപയിൽ നിന്ന് ഇനിയും പൈസ വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ വളരെ എക്സ്ക്ലൂസീവായി ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കേണ്ട മാധ്യമങ്ങൾ അതിലൊരു കുത്തിത്തിരിപ്പ് കണ്ടെത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏത് വാഗ്ദാനത്തിൽ നിന്നാണ് പിൻവലിച്ചിട്ടുള്ളത്? ഈ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരാൻ പോലും കാരണമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ സർക്കാരിൽ ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ ഉറപ്പുകളും പാലിച്ചു എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1600 രൂപ എന്ന് പറയുന്ന ആ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അതായത് പ്രതിപക്ഷം വലിയ രീതിയിൽ ഈ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് അലമുറയിട്ട് കരയുന്നുണ്ട്. എന്നാൽ വാസ്തവം എന്താണ്? മാധ്യമങ്ങൾ തിരസ്കരിക്കുന്ന ചില നഗ്ന സത്യങ്ങൾ എന്താണ്? അത് പരിശോധിച്ചാൽ VS അച്യുതാനന്ദന്റെ കാലത്ത് 500 രൂപയായിരുന്നു പെൻഷൻ. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ വെറും 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അത് 600 മാറി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനായ ശേഷം, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത് 1600 വർദ്ധിപ്പിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? 28,000 പേർക്ക് മാത്രം കൊടുത്തിരുന്ന പെൻഷൻ തുക 62,000 ആളുകൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ പെൻഷൻ തുക കൊടുക്കുന്നതിൽ ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതെങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ആരാണ് ഉണ്ടാക്കിയത്? അതാണ് മാധ്യമങ്ങൾ പറയാത്തത്. അതായത് ഒരു സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ഈ നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷനൊക്കെ കൊടുത്ത് അവർക്ക് മരുന്ന് മേടിക്കാനുള്ള, അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു നല്ലൊരു തുക അവർക്ക് കൊടുക്കുകയാണ് പെൻഷനായിട്ട്. അങ്ങനെ പെൻഷനായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് കോലിട്ടിളക്കിയത് ഇവിടുത്തെ കോൺഗ്രസും BJPയുമാണ്. കേന്ദ്ര സർക്കാർ വിഹിതം കൊടുക്കാതെ ഈ സർക്കാരിനെ കടക്കണിയിലേക്ക് തള്ളിവിട്ട് ഈ സർക്കാരിനെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ ഭാഗമാണ് പെൻഷൻ മുടങ്ങിയതെന്ന് ഏഷ്യാനെറ്റിന് പറയാൻ ഇത്തിരി മടിയുണ്ടാവും. കാരണം രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ പറഞ്ഞു വിട്ടാലോ ഈ അന്തിച്ചർച്ച നടത്തുന്നതൊക്കെ മൊയ്ന്തുകളെ. അതുകൊണ്ട് അത് പറയാൻ ഇത്തിരി ഭയം കാണും. എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതങ്ങൾ വെട്ടിക്കുറച്ച് ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ കുടിശ്ശികകൾ. ഈ കുടിശ്ശിക മാത്രമല്ല, പല കുടിശ്ശികകൾ മുടങ്ങിയതിനും കാരണം. അതിന് കോൺഗ്രസും ചൂട്ടുപിടിച്ചു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ, ഒരു സർക്കാർ ഇങ്ങനെ മുങ്ങി താഴുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുചിരിക്കാനും പല ആരോപണങ്ങൾ ഉയർത്താനും ഒക്കെ കോൺഗ്രസിനും കഴിയുമല്ലോ. അതുകൊണ്ട് കോൺഗ്രസും BJPക്കൊപ്പം ചേർന്നു. എത്രയോ തവണ നമുക്കറിയാമല്ലോ, ഈ പെൻഷൻ തുക കൊടുക്കുന്നതിന് വേണ്ടി ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ കോൺഗ്രസിന്റെ MP-മാരെ പോയി കണ്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് പലവട്ടം ഈ സർക്കാർ, മുഖ്യമന്ത്രി, ധനവകുപ്പ് മന്ത്രിയൊക്കെ പോയപ്പോഴും ഞങ്ങൾ സഹകരിക്കില്ല എന്ന നിലപാടായിരുന്നു UDFന്റെ MP-മാർ, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ UDFന്റെ MP-മാർ സ്വീകരിച്ചത് എന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നില്ല? എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് മനഃപൂർവ്വം തിരസ്കരിക്കുന്നു? പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അന്തിച്ചർച്ചകൾ നടത്തുന്നത്. ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമരം നടത്താൻ പോയിട്ടു. ഇത്തരത്തിലുള്ള വിഹിതങ്ങൾ 74,000 കോടി രൂപയാണ് കിട്ടേണ്ടിയിരുന്നത്. അങ്ങനെ 74,000 കോടി രൂപ കിട്ടാത്ത സാഹചര്യത്തിൽ പൈസ, അതായത് കേരളത്തിന് തരാനുള്ള തുക മേടിച്ചെടുക്കുന്നതിന് വേണ്ടി വരൂ നമുക്കൊരു സമരം നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി നടത്തിയ, LDF നടത്തിയ ആ സമരത്തിൽ നിരവധി നേതാക്കളാണ്, അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കളാണ് വന്ന് പങ്കെടുത്തത്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയിൽ കോൺഗ്രസ് BJPക്കൊപ്പം നിന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഇടക്കാലത്ത് നമുക്കറിയാമല്ലോ 900 കോടി രൂപ പെൻഷന് വേണ്ടി അനുവദിച്ചു. ഏത് മാധ്യമമാണ് അത് റിപ്പോർട്ട് ചെയ്തത്? അതായത്
പലർക്കും ഇതിനോടകം തന്നെ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. പലർക്കും അവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. അന്ന് 74,000 കോടി രൂപയ്ക്ക് വേണ്ടി അവിടെ വലിയ സമരം നടത്തിയപ്പോൾ, ആ സമരത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ, 13,000 കോടി രൂപ കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ആദ്യം അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തത് പെൻഷൻ തുകയാണ്. എന്തുകൊണ്ട് അത് മറച്ചു വെക്കുന്നു? അപ്പോൾ പെൻഷൻ മുടങ്ങുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ സങ്കടമുള്ള കാര്യമാണെന്നും, പൈസ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയാൽ ഉടൻ തന്നെ കൊടുക്കുന്നതും ഈ പെൻഷൻ തുകയാണെന്നും മനഃപൂർവ്വം മാധ്യമങ്ങൾ തിരസ്കരിക്കുകയാണ്. അത്രത്തോളം ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ കടുത്ത ഇടതുവിരുദ്ധതയുടെ പ്രൊഡക്റ്റുകളായി മാറിയിരിക്കുന്നു എന്ന കാര്യം പറയാതെ വയ്യ. ഇപ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ആ സന്തോഷ വിവരത്തെ പോലും അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന രീതിയിലേക്ക് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഏഷ്യാനെറ്റൊക്കെ ഇത്തരത്തിൽ ഒരു അന്തിച്ചർച്ച പോലും നടത്തുന്നത്. സപ്ലൈകോയുടെ റാക്കിൽ ഒന്നും തന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് വാർത്തയും ഇപ്പോൾ ഒന്ന് പോയി നോക്കൂ. സപ്ലൈകോയുടെ റാക്കുകൾ നിറഞ്ഞിരിക്കുകയാണ്. അത് ഇവർക്കൊരു വാർത്തയല്ല. 900 കോടി രൂപ അനുവദിച്ച് പെൻഷൻ കൊടുക്കുന്നവർക്കൊരു വാർത്തയല്ല ഇപ്പോൾ. അങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രം കണ്ടുപിടിച്ച് സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിന്റെ ലക്ഷ്യം, ഇത്തരത്തിലുള്ള അന്തിച്ചർച്ചകളുടെ വിഷയം ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക, ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. ഏകപക്ഷീയമായാണ് ഈ ചാനലുകളൊക്കെ തന്നെ അന്തിച്ചർച്ച നടത്തിയതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ ചർച്ചകൾ കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും വരാൻ പോകുന്ന ഇലക്ഷനുകളിലുമൊക്കെ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ സഹായിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് ഇതെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നും തന്നെ ആ കാര്യത്തിൽ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഇവരുടെ തലക്കെട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത ദിവസം വീണ്ടും അന്തിച്ചർച്ചാ വിശകലനവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.